आप समझ जाइए एफआईआर रोक कौन रहा था, बट ऊपर से न्याय की ब्रेक लगी हुई। രാഹുൽ ഗാന്ധിയുടെ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കി ദില്ലി പോലീസ്. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടയിലെ പോലീസിന്റെ പെല്ലറ്റ് ആക്രമണത്തിൽ കേസെടുത്തു. ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിക്കും കുടുംബത്തിനുമൊപ്പം 5 മണിക്കൂറിലേറെയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചത്. പോലീസ് കല്ലേറിൽ പരിക്കേറ്റ വിദ്യാർത്ഥി സാഹിൽ ലോച്ചവിന് ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. डैमेज हो गई है। जो भी कर लो हमको बच जाएंगे। Now, Nation is here. Randeep is here. Randeep is here. Okay, भैया, very simple. You are not doing it. Okay. तब इन्होंने जाके फाइनल एफआईआर दी। तो आप समझ जाइए एफआईआर रोक कौन रहा था। ये बेचारे जो पुलिस वाले हैं, ये चाहते थे एफआईआर करना, वो वाले भी चाहते थे एफआईआर करना, बट ऊपर से न्याय की ब्रेक लगी हुई। धन्यवाद। നോബിൾ മാരിക്കാരനുണ്ട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം. നമുക്ക് നോബിളിനോട് ചോദിക്കാം. നോബിൾ, രാഷ്ട്രീയം കൺമുന്നിൽ ഇങ്ങനെ വന്നു നിറയുന്ന 4-5 മണിക്കൂറുകൾക്ക് ദൃക്സാക്ഷി കൂടിയായിരുന്നു നോബിൾ ഇന്ന്. നോബിൾ, ഇപ്പോ ഒരു എഫ്ഐആർ ഇടാനാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇത്രയധികം വലിയ സമരം നടത്തിയത് എന്ന് ചോദിക്കുന്ന ആളുകളെ കാണുന്നുണ്ട് നമുക്കിപ്പോ ഇന്ന് BJPയുടെ ഹാൻഡിലുകളിൽ. പക്ഷേ അനീതി ഉണ്ടായി എന്ന് തോന്നുന്ന ഏറ്റവും സാധാരണക്കാരനായ പൗരന് വേണ്ടി ചെലവഴിക്കാൻ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് 5 മണിക്കൂറുണ്ട് എന്നതിനേക്കാൾ സുന്ദരമായ ജനാധിപത്യ കാഴ്ച എന്താണുള്ളത് നോബിൾ? മാധു, കോൺഗ്രസ് സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു വലിയ സമര വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ജന്തർ മന്ദർ ഉണ്ടായ പ്രതിഷേധത്തിന് പിന്നാലെ അവിടെ വലിയ തരത്തിൽ പെല്ലറ്റ് ഗൺ അടക്കം ഉപയോഗിക്കുകയും വിദ്യാർത്ഥികൾക്ക് നേൽ വലിയ പോലീസ് നടപടി ആക്രമണമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ വിഷയത്തിലാണ് ഇന്നിപ്പോൾ എഫ്ഐആർ ഇടണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ ദില്ലി സർവകലാശാലയിലെ വിദ്യാർത്ഥി അടക്കം ഇവിടെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. വിദ്യാർത്ഥിയുടെ പേര് സാഹിൽ ലോച്ചാപ്പ് എന്നാണ്. ഈ വിദ്യാർത്ഥി ഇതുമായി ബന്ധപ്പെട്ട ആവശ്യം എഫ്ഐആർ എന്ന ആവശ്യം ഉന്നയിച്ചെങ്കിലും പോലീസ് അതിന് അനുകൂല നിലപാട് സ്വീകരിച്ചില്ല. 2 പരാതികൾ നൽകിയെങ്കിലും എഫ്ഐആർ ഇടുന്ന സാഹചര്യം ഉണ്ടായില്ല. അതിന് പിന്നാലെയാണ് 11-ഓടെ രാഹുൽ ഗാന്ധി ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഏറെക്കുറെ 7 മണിക്കൂർ ഇവിടെ കുത്തിയിരുന്ന് രാഹുൽ ഗാന്ധി പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകൾ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയായി എത്തി. അതിന് പിന്നാലെയാണ് എന്താണെങ്കിലും ഒടുവിൽ ദില്ലി പോലീസിന് ഇക്കാര്യത്തിൽ മുട്ടുമടക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഏറെക്കുറെ 6 മണി പിന്നിടുമ്പോഴാണ് ചർച്ചകൾക്കൊടുവിൽ എഫ്ഐആർ ഇടാമെന്നൊരു തീരുമാനത്തിലേക്ക് ദില്ലി പോലീസ് എത്തിയിരിക്കുന്നത്. കണ്ടാൽ അറിയാത്ത ആൾക്കെതിരെയാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. രൂക്ഷമായ വിമർശനം രാഹുൽ ഗാന്ധി എന്താണെങ്കിലും ഈ വിഷയത്തിൽ ദില്ലി പോലീസിനെതിരെ അടക്കം ഉന്നയിച്ചിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നു. അമിത്ഷാ ആണ് ഈ എഫ്ഐആർ ഇടുന്നതിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ തടഞ്ഞത് എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. പ്രതിഷേധം ശക്തമായതിന് പിന്നാലെ സർക്കാരിന് എഫ്ഐആർ ഇടാൻ നിർബന്ധിതരാകേണ്ടി വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് നൽകുകയായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി എന്താണെങ്കിലും പ്രതികരിച്ചിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ വിജയമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, നേരത്തെ ഈ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്തൊക്കെ പ്രധാനമന്ത്രി വസതിയിലേക്ക് രാഹുൽ ഗാന്ധി മാർച്ച് നടത്തി മിന്നൽ പ്രതിഷേധം നടത്തിയിരുന്നു. അത്തരത്തിലൊരു മിന്നൽ പ്രതിഷേധമായിരുന്നു ഇന്നിപ്പോൾ ഉണ്ടായത് എന്ന യാഥാർത്ഥ്യമാണ്. രാഹുൽ ഗാന്ധി ഏറെക്കുറെ 7 മണിക്കൂർ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതിന് പിന്നാലെ വലിയ തരത്തിൽ അതിന് ശ്രദ്ധ നേടുന്ന സാഹചര്യം ഉണ്ടായി. വലിയ തരത്തിൽ അതിന് മാധ്യമ ശ്രദ്ധ ലഭിച്ചു. വലിയ തരത്തിൽ അതിന് ഒരു പിന്തുണ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. അങ്ങനെ വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടാവുകയും ഒടുവിൽ ദില്ലി പോലീസിന് വിദ്യാർത്ഥിയുടെ പരാതിയിൽ എഫ്ഐആർ ഇടേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഒരു രാഷ്ട്രീയ വിജയമായി കൂടിയാണ് രാഹുൽ എന്താണെങ്കിലും വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് എന്താണെങ്കിലും ഇതിനെ ഉയർത്തിക്കാട്ടുന്നത് വരും ദിവസങ്ങളിലും വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നോട് വലിയ പ്രതിഷേധം നടത്തും എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. യെസ്, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. ഈ പ്രക്ഷോഭം അവസാനിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്കെതിരായ അതിക്രമങ്ങളിൽ നടപടിയുണ്ടാകും, അന്വേഷണമുണ്ടാകും എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. സമരക്കാർക്ക് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷെ അതൊന്നും പാലിക്കപ്പെട്ടില്ല എന്നിടത്താണ് വീണ്ടും സമരവുമായി രാഹുലിനടക്കം മുന്നോട്ട് വരേണ്ടി വന്നത് എന്നതുകൂടി ഓർക്കുമല്ലോ പ്രേക്ഷകർ.